ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ കൊണ്ടൊരു സ്വീറ്റാണ് പൈനാപ്പിൾ കോക്കനട്ട് ബോൾ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിനുശേഷം നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ നിറങ്ങുന്ന വെള്ളം മതി നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ സമയം അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് ഞാനിവിടെ 1/2 കപ്പ് റവ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഈ റവയിലൊന്ന് മുക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ഓരോ ബോളുകളാക്കിയെടുത്ത് റവയിൽ മുക്കിയെടുക്കുക. അപ്പം നമ്മുടെ പൈനാപ്പിൾ കോക്കനട്ട് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.